എല്ലാവർക്കും ടെക് വിൻഡോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രേസർ എക്സാമിന് ചോദിക്കാവുന്ന ഒരു പാർട്ടാണ് സ്റ്റോൺ മാസണറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് സ്റ്റോൺ മാസണറിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റോൺ മാസണറി. സ്റ്റോൺ മാസണറിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ ബെഡ്. നാച്ചുറൽ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണിൻ്റെ റോക്സിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക എന്താ പറയുക പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഉണ്ടായിരിക്കും. ആ പ്ലെയിൻ ഓഫ് ഡിവിഷനോടെ നമുക്ക് ഈസിലി ആയിട്ട് സ്റ്റോൺ കട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത് റോക്സിൻ്റെ കേസിൽ. സ്റ്റോൺ മാസണറി പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് ലൈൻ ഓഫ് പ്രഷറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. സ്റ്റോൺ മാസണറിയുടെ കേസിൽ സർഫസ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് ലൈൻ ഓഫ് പ്രഷറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനാണ് നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ബെഡ് എന്ന് പറഞ്ഞാൽ റോക്സ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്ലെയിൻ ഓഫ് ഡിവിഷൻ അലോങ് വിച്ച് ദ സ്റ്റോൺസ് ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ്. ഒരു പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഈസി ആയിട്ട് സ്റ്റോൺ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ഓഫ് ഡിവിഷൻ റോക്സിലുണ്ടാവും. അതിനെ നാച്ചുറൽ ബെഡ് എന്ന് പറയും. സ്റ്റോൺ മാസണറിയുടെ കേസിലാണെങ്കിൽ ലൈൻ ഓഫ് പ്രഷറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസ് സ്റ്റോൺ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനാണ് നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ബെഡിങ് പ്ലെയിൻ. ബെഡിങ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്ലെയിൻസ് വിച്ച് സെപ്പറേറ്റ് ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സ്റ്റോൺ ആൻഡ് ആർ റൈറ്റ് ആംഗിൾസ് ടു ദ പ്രഷർ വിച്ച് ദേ ആക്ട്സ് ഓൺ സ്റ്റോൺ മാസണറി ഡ്യൂറിങ് ഇറ്റ്സ് ഫോർമേഷൻ ഇൻ നേച്ചർ. അതായത് ഈ ബെഡിങ് പ്ലെയിൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സ്റ്റോൺസ് ഇല്ലേ, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ ബെഡിങ് പ്ലെയിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ലൈൻ ഓഫ് പ്രഷറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബെഡിങ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വിച്ച് സെപ്പറേറ്റ് ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സ്റ്റോണിനെയാണ് നമ്മൾ ബെഡിങ് പ്ലെയിൻ എന്ന് പറയുന്നത്. തേർഡ് ടേം എന്ന് പറയുന്നത് സ്ട്രിങ് കോഴ്സ് ആണ്. സ്ട്രിങ് കോഴ്സിൻ്റെ വേറൊരു പേരാണ് കോർണിസ് എന്ന് പറയുന്നത്. അതെന്തിനാണ് സഹായിക്കുക? ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ത്രോ ഓഫ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഹൊറിസോണ്ടൽ കോഴ്സ് ഓഫ് മാസണറി ആണ്. പ്രൊജക്റ്റിംഗ് ഫ്രം ദി ഫേസ് ഓഫ് ദ വാൾ. ഫേസ് ഓഫ് വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഹൊറിസോണ്ടൽ കോഴ്സ് ഓഫ് മാസണറി ആണ് ഈ കോർണിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ത്രോ ഓഫ് റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കോർണിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു പേരാണ് സ്ട്രിങ് കോഴ്സ്. അപ്പോൾ ഈ 3 ടേം മനസ്സിലായി. നാച്ചുറൽ ബെഡ് എന്താന്ന് പറഞ്ഞു, ബെഡിങ് പ്ലെയിൻ എന്താന്ന് പറഞ്ഞു, സ്ട്രിങ് കോഴ്സ് എന്താന്ന് പറഞ്ഞു. അടുത്തത് നമുക്ക് പറയാനുള്ളത് കോർബൽ എന്താണ്? ഇറ്റ് ഈസ് എ പീസ് ഓഫ് സ്റ്റോൺ പ്രൊജക്റ്റിംഗ് ഫ്രം വാൾ ഫോർ സപ്പോർട്ടിങ് എ സ്ട്രക്ചറൽ മെമ്പേഴ്സ് സച്ച് ആസ് വാൾ പ്ലേറ്റ്, ടൈ ബീം. അതായത് ഇതെന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് സ്റ്റോൺ പ്രൊജക്റ്റ് ചെയ്യണത്, വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യണ ഒരു പീസ് ഓഫ് സ്റ്റോണിനെയാണ് നമ്മൾ കോർബൽ എന്ന് പറയുന്നത്. ഒരു വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് സ്റ്റോൺ അതെന്തിനെ സപ്പോർട്ട് ചെയ്യാം? വാൾ പ്ലേറ്റിനെയോ ടൈ ബീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ പീസ് ഓഫ് സ്റ്റോൺ പ്രൊജക്റ്റിംഗ് ഫ്രം വാൾ. ഒരു പീസ് ഓഫ് സ്റ്റോണിനെയാണ് നമ്മൾ കോർബൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം കോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോഴ്സ് പ്ലേസ്ഡ് അപ്പോൺ ദ എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് എ വാൾ ടു പ്രൊട്ടക്റ്റ് മാസണറി ഫ്രം സൺ ആൻഡ് റെയിൻ. ഒരു മാസണറീനെ സണ്ണിൽ നിന്ന് റെയിനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് ഓഫ് വാളിൻ്റെ മുകളിൽ കൊടുക്കുന്ന എക്സ്പോസ് ചെയ്യുന്ന ടോപ്പ് ഓഫ് വാളിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു കോഴ്സിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സണ്ണിൽ നിന്ന് റെയിനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാളിൻ്റെ ടോപ്പിൽ കൊടുക്കുന്ന കോഴ്സിനാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഷ്ലാർ മാസണറി. അഷ്ലാർ മാസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസണറി കമ്പോസ്ഡ് ഓഫ് റെക്ടാങ്കുലർ യൂണിറ്റ്സ് യൂഷ്വലി ലാർജർ ഇൻ സൈസ് ദാൻ ബ്രിക്ക്. ബ്രിക്കിനേക്കാൾ ലാർജർ സൈസും ആയിരിക്കും. അതെന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്ഡ് ആയിരിക്കും. ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത് അഷ്ലാർ മാസണറിയുടെ കേസിൽ വെൽ ഡ്രസ്ഡ് സ്റ്റോൺസ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഡ്രസ്സ് ചെയ്തിട്ടുള്ള സ്റ്റോണും ഡ്രസ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിപ്പ് ചെയ്ത് കളഞ്ഞ് വൃത്തിയായി എടുക്കുക. അതാണ് ഡ്രസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഷ്ലാർ മാസണറി എന്നത് മാസണറി കമ്പോസ്ഡ് ഓഫ് റെക്ടാങ്കുലർ യൂണിറ്റ്സ് യൂഷ്വലി ലാർജർ ഇൻ സൈസ് ദാൻ എ ബ്രിക്ക്. ബ്രിക്കിനേക്കാൾ കൂടുതൽ സൈസ് ഉള്ളതായിരിക്കും. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് റെക്ടാങ്കുലർ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് എന്താ? ത്രോട്ടിങ്. ത്രോട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സില്ലിൻ്റെ ഒക്കെ അണ്ടർ സർഫസിൽ ഉണ്ടാവുന്ന ഗ്രൂവിനെയാണ് നമ്മൾ ഈ ത്രോട്ടിങ് എന്ന് പറയുന്നത്. ദീസ് ആർ ഗ്രൂവ്സ് കട്ട് ഓൺ ദി അണ്ടർ സർഫസ് ഓഫ് സിൽസ്, കോപ്പിങ്സ്, സ്ട്രിങ് കോഴ്സ് എക്സെട്ര ടു പ്രിവെൻറ്റ് ട്രിക്ലിംഗ് ഓഫ് വാട്ടർ ത്രൂ വാൾസ്. അതായത് വാളിൽ കൂടെ വാട്ടർ ട്രിക്കിൾ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സില്ലെന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ സർഫസിനെയാണ്. സില്ലെന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടം സർഫസ് ഓഫ് ഡോർ അല്ലെങ്കിൽ വിൻഡോനെയാണ് നമ്മൾ സില്ലെന്ന് പറയാം. അപ്പോൾ അവിടെയൊക്കെ സില്ലിലോ കോപ്പിങ്ങിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂവിനെയാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയുന്നത്. അതെന്താ സഹായിക്കുക? ടു പ്രിവെൻറ്റ് ട്രിക്ലിംഗ് ഓഫ് വാട്ടർ ത്രൂ വാൾസിൽ നിന്ന് വാട്ടർ ട്രിക്കിൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി സില്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബോട്ടം സർഫസ് ഓഫ് ഡോറിനോ അല്ലെങ്കിൽ വിൻഡോനെയാണ് നമ്മൾ സില്ലെന്ന് പറയുന്നത്. ഇത്രയും ടേം മനസ്സിലായി. കോർബൽ പറഞ്ഞു, കോപ്പിംഗ് പറഞ്ഞു, അഷ്ലാർ മാസണറി, ത്രോട്ടിങ്, സില്ല്. ഓക്കെ,
നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, പ്ലിന്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സ് ഓർ കോഴ്സ് വിത്തിൻ ദ ഫ്ലഷ് ലെവൽ വിത്ത് ദ ഫ്ലോർ ലെവലിൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്തിനായിരിക്കും സഹായിക്കുക, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇൻറ്റീരിയർ ഓഫ് ബിൽഡിംഗ് ഫ്രം റെയിൻ, ഫ്രോസ്റ്റ് എക്സെട്ര. അതായത് ഉള്ളിലത്തെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തിന് റെയിനിൽ നിന്ന് ഫ്രോസ്റ്റിൽ നിന്നൊക്കെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലിന്ത് സഹായിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സ് വിത്തിൻ ദ ഫ്ലഷ് ലെവൽ വിത്ത് ദ ഫ്ലോർ ലെവലിൻ്റെ അതേ ലെവലിൽ ഫ്ലഷ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് പ്ലിന്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫിഗറിൽ നിന്ന് മനസ്സിലാവല്ലേ പ്ലിന്ത് ആയിട്ട് കൊടുത്ത് അങ്ങനെ കാണണ്ട. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, ലേസിംഗ് കോഴ്സ്. എന്താണ് ഈ ലേസിംഗ് കോഴ്സ്? ദ ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് ടു സ്ട്രെങ്തൻ എ വാൾ ഓഫ് ഇറഗുലർ സ്മോൾ സ്റ്റോൺസ്. അതായത് വാളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് ഇറഗുലർ സ്മോൾ സ്റ്റോൺസ്. ഇറഗുലർ ആയിട്ടുള്ള സ്റ്റോൺസ് കൊണ്ടാണ് നമ്മൾ വാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ കോഴ്സിനെയാണ് നമ്മൾ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് ടു സ്ട്രെങ്തൻ എ വാൾ ഓഫ് സ്മോൾ ഇറഗുലർ സ്റ്റോൺസ്. ഇറഗുലർ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വാളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ കോഴ്സിനാണ് നമ്മൾ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത് അഷ്ലാറോ റബിൾഡ് മാഷനറിയോ ഒക്കെ ആയിരിക്കും. കോഴ്സ്ഡ് റബിൾ മാഷനറിയോ അല്ലെങ്കിൽ അഷ്ലാർ മാഷനറിയോ ഒക്കെ ആയിരിക്കാം ഈ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലേസിംഗ് കോഴ്സ് എന്താണെന്ന് മനസ്സിലായി അല്ലേ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, സ്പാൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ചിപ്പ് ഓഫ് സ്റ്റോൺസ് യൂസ്ഡ് ടു ഫിൽ അപ്പ് ദ എംപ്റ്റി സ്പേസസ് ഇൻ സ്റ്റോൺ മാസണറി. അതായത് നമ്മുടെ സ്റ്റോൺ മാസണറിയിലുള്ള എംപ്റ്റി സ്പേസസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്മോൾ ചിപ്സ് ഓഫ് സ്റ്റോൺസ് ആണ്. സ്റ്റോൺ ചിപ്സിനെയാണ് നമ്മൾ സ്പാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സ്മോൾ പീസസിനെയാണ്, അതായത് എംപ്റ്റി സ്പേസ്, സ്റ്റോൺ മാസണറിയിലത്തെ എംപ്റ്റി സ്പേസസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചിപ്പ് ഓഫ് സ്റ്റോൺസിനെയാണ് നമ്മൾ സ്പാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ, ബോണ്ട്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റോൺസ് ഇൻ ലെയേഴ്സ്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റോണിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ദർ വുഡ് നോട്ട് ബി എനി കണ്ടിന്യൂസ് ജോയിൻറ്റ് ഇൻ ദ മാസണറി. അത് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ്ലി ജോയിൻറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ സ്റ്റോൺ മാസണറിയുടെ ഇടയിൽ ഒരു കണ്ടിന്യൂസ്ലി ജോയിൻറ്റ് ഉണ്ടാവാതെ വേണം ആ ബോണ്ട് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റോൺസിനെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ലെയേഴ്സ് തമ്മിൽ ഒരു കണ്ടിന്യൂസ് ജോയിൻറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്താ, ത്രൂ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ദീ സ്റ്റോൺസ് എക്സ്റ്റെൻഡിങ് ത്രൂ ഔട്ട് ദ തിക്നെസ് ഓഫ് ദ വാൾസ്. അതായത് നമ്മുടെ വാളിൻ്റെ തിക്നെസ്സിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന സ്റ്റോൺസിനാണ് നമ്മൾ ത്രൂ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിനാ സഹായിക്കുക, സ്റ്റെബിലിറ്റി ഓഫ് ദ വാൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ദ ആക്ട് ആസ് എ ബോണ്ട് സ്റ്റോൺസ്. അത് ബോണ്ട് സ്റ്റോൺ ആയിട്ട് ആക്ട് ചെയ്ത് നമ്മുടെ വാളിൻ്റെ സ്റ്റെബിലിറ്റീനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ത്രൂ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ദീസ് ആർ സ്റ്റോൺസ് എക്സ്റ്റെൻഡിങ് ത്രൂ ഔട്ട് ദ തിക്നെസ് ഓഫ് ദ വാളിൻ്റെ തിക്നെസ് ഓഫ് വാളിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്റ്റോൺസിനെയാണ് നമ്മൾ ത്രൂ സ്റ്റോൺസ് എന്ന് പറയുന്നത്. നമ്മളിതിൽ എന്തൊക്കെയാണ് പറഞ്ഞ, പ്ലിന്ത് എന്താണെന്ന് പറഞ്ഞു, ലേസിംഗ് കോഴ്സ് എന്താണെന്ന് പറഞ്ഞു, സ്പാൾ പറഞ്ഞു, ബോണ്ട് പറഞ്ഞു, ത്രൂ സ്റ്റോൺസ് പറഞ്ഞു. നെക്സ്റ്റ് പറയാനുള്ളത് ക്വീൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റേണൽ കോർണർ ഓഫ് വാൾ സർഫസിൻ്റെ ആ എക്സ്റ്റേണൽ കോർണറിനെയാണ് നമ്മൾ ക്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന സ്റ്റോൺസിന് എന്താ പറയുക, സ്റ്റോൺസ് ഫോമിങ് ദ ക്വീൻസ് എന്ന് പറയുന്നത് ക്വീൻ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. സ്റ്റോൺസ് ഫോമിങ് ദ ക്വീൻസ് ഈസ് കോൾഡ് ക്വീൻ സ്റ്റോൺസ്. നെക്സ്റ്റ് ടേം നമുക്ക് പറയാനുള്ളത് എന്താണ്, ജാമ്പ്. എന്താണ് ഈ ജാമ്പ് എന്ന് പറയുന്നത്? ജാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈഡ്സ് ഓഫ് ഓപ്പണിങ്സ് സച്ച് ആസ് ഡോർസ് ആൻഡ് വിൻഡോസ്. അതായത് ഡോറിൻ്റെയോ വിൻഡോൻ്റെയോ ഓപ്പണിങ്ങിൻ്റെ സൈഡിനെയാണ് നമ്മൾ ജാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ജാംസ് എന്താണെന്ന് മനസ്സിലായി. ദ സൈഡ്സ് ഓഫ് ഡോർ ഓർ വിൻഡോ ഓപ്പണിങ്സിനെയാണ് നമ്മൾ ജാംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം നമുക്ക് പറയാനുള്ളത് എന്താ, ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം. നമ്മൾ 3-4 ടേം പറഞ്ഞു. ക്വീൻ എന്താന്ന് പറഞ്ഞു, പിന്നെ ജാമ്പ് എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടെംപ്ലേറ്റ്സ് ആണ്. ദേ ആർ പീസസ് ഓഫ് സ്റ്റോൺസ് പ്ലേസ്ഡ് അണ്ടർ ദ എൻഡ് ഓഫ് എ ബീം ഓർ ട്രസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ടു ലാർജ് ഏരിയ. അതെന്ന് പറയുന്നത് പീസ് ഓഫ് സ്റ്റോൺസ് പ്ലേസ്ഡ് അണ്ടർ ദി എൻഡ് ഓഫ് എ ബീം. എൻഡ് ഓഫ് ദ ബീമിൽ പ്ലേസ് ചെയ്യുന്ന പീസസ് ഓഫ് സ്റ്റോൺസ്, ചെറിയ പീസസ് ഓഫ് സ്റ്റോൺസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ടു ലാർജ് ഏരിയയിലേക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ പീസസ് ഓഫ് സ്റ്റോൺസ് പ്ലേസ്ഡ് അണ്ടർ ദി എൻഡ് ഓഫ് എ ബീം. ഒരു ബീമിൻ്റെ
എൻഡിൽ അടിയിൽ എൻഡ് ഓഫ് ദ ബീമിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യുന്ന ചെറിയ പീസസ് ഓഫ് സ്റ്റോൺസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ലോഡ് ടു ലാർജ് ഏരിയ. അപ്പോൾ നമ്മൾ കുറേ ടേംസ് പറഞ്ഞു അല്ലേ സ്റ്റോൺ മാസണറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നാച്ചുറൽ ബെഡ് എന്താണെന്ന് പറഞ്ഞു. അതായത് ആ പ്ലെയിനോ എന്താ പറയുക ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു എന്താ പറയുക പ്ലെയിൻ ഓഫ് ഡിവിഷനെയാണ് നമ്മൾ നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. ബെഡിങ് പ്ലെയിൻ എന്താ പറഞ്ഞാൽ പ്ലെയിൻ വിച്ച് സെപ്പറേറ്റ് ദി ഡിഫറെൻറ്റ് ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ ബെഡിങ് പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സ്ട്രിങ് കോഴ്സിൻ്റെ വേറെ പേരെന്താ പറഞ്ഞാൽ കോർണീസ് ആണ്. അതെന്തിനാണ്? നമ്മുടെ റെയിൻ വാട്ടറിനെ ത്രോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മളെന്താ പറഞ്ഞത്? കോർബൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പീസ് ഓഫ് സ്റ്റോൺ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യണ ഒരു പീസ് ഓഫ് സ്റ്റോണിനെയാണ് നമ്മൾ കോർബൽ എന്ന് പറയുന്നത്. പിന്നെ കോപ്പിംഗ് എന്താന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ ടോപ്പ് ഓഫ് വോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റെയിനിന്നോ സണ്ണിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ കൊടുക്കുന്ന ഒരു കോഴ്സിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം നമ്മൾ എന്താ പറഞ്ഞത്? അഷ്ലാർ മാസണറി എന്താണെന്ന് പറഞ്ഞു അല്ലേ? അഷ്ലാർ മാസണറി എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ മാസണറിയാണ്. റെക്റ്റാങ്കുലർ യൂണിറ്റ്സ് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വെൽ ഡ്രസ്ഡ് യൂണിറ്റ്സ് ആയിരിക്കും അതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താണ്? ത്രോട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സില്ലിലൊക്കെ ഉണ്ടാക്കുന്ന ഗ്രൂവിനെയാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറഞ്ഞത്. അതെന്തിനാണ് സഹായിക്കുന്നത്? ട്രിക്ലിംഗ് ഓഫ് വാട്ടർ ട്രിക്കിൾ ചെയ്ത് പ്രിവെൻറ്റ് ദി ട്രിക്ലിംഗ് ഓഫ് വാട്ടർ ത്രൂ ദി വാൾസ്. അതായത് ട്രിക്ലിംഗ് ഓഫ് വാട്ടർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ത്രോട്ടിങ് സഹായിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞാൽ? സില്ല് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടം സർഫസ് ഓഫ് ദി ഡോർ ഓർ വിൻഡോൻ്റെയോ ഡോറിൻ്റെയോ ബോട്ടം സർഫസിനെയാണ് നമ്മൾ സില്ല് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ? പ്ലിന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സ് വിത്തിൻ ദി ഫ്ലോർ ലെവലിൽ തന്നെയുള്ള ആ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിംഗ് കോഴ്സിനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. ഇനി ലേസിംഗ് കോഴ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? അതെന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ കോഴ്സാണ്. അതെന്തിനെ സഹായിക്കുന്നത്? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. എങ്ങനെയുള്ള വാളിനെ? വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ ഇറഗുലർ സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാക്കിയ വാളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ കോഴ്സിനെയാണ് നമ്മൾ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ പറഞ്ഞാൽ? സ്പാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ സ്റ്റോൺ മാസണറിയിലുള്ള എംപ്റ്റി സ്പേസസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിപ്പ് ഓഫ് സ്റ്റോൺസിനെയാണ് നമ്മൾ സ്പാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ? ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് നമ്മൾ സ്റ്റോണിനെ അറേഞ്ച് ചെയ്യണേനാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ? ത്രൂ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാളിൻ്റെ തിക്നെസ് ഓഫ് വാളിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്റ്റോൺസിനാണ് നമ്മൾ ത്രൂ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്തിനായിരിക്കും? സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ത്രൂ സ്റ്റോൺസ്. ക്വീൻ എന്താന്ന് പറഞ്ഞു? എക്സ്റ്റേണൽ കോർണർ ഓഫ് വാളിനെയാണ് നമ്മൾ ക്വീൻ എന്ന് പറയുന്നത്. ഇനി ജാമ്പ് എന്താന്ന് പറഞ്ഞാൽ? അതായത് സൈഡ്സ് ഓഫ് ഓപ്പണിങ്സ്, അതായത് ഈ വിൻഡോൻ്റെയോ ഡോറിൻ്റെയോ സൈഡ്സ് ഓഫ് ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്.